ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത് എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം ആഷി. അതൊക്കെ ദേവികയുടെ അച്ഛനും അമ്മയും അറിയിച്ചതാ. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഒന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. മനസ്സിലായി. എന്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തുതരാം. ശരി, താങ്ക് യു ചേച്ചി. ശരി ആഷി, ഓക്കെ. ഇതെന്താ ഇന്ന് ബസ്സൊന്നുമില്ലേ? മര്യാദക്ക് ഞാൻ പറഞ്ഞല്ലേ ഞാൻ കൊണ്ടുവിടാന്ന്. ഈ കാത്തുന്ന സമയം മതി, നിന്നെ വീട്ടിൽ കൊണ്ടാക്കി എനിക്ക് തിരിച്ചു വരാം. ഞാൻ അറിഞ്ഞു ഇപ്പൊ ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന്. നിന്നെ ഇപ്പൊ വീട്ടിൽ അന്വേഷിക്കുന്നുണ്ടാവുമല്ലേ? അത് ശരിയാ. എന്റെ ഫോൺ ആണെങ്കിൽ വണ്ടിയില്ല, അമ്മയാണെങ്കിൽ ആകെ ടെൻഷനായി കാണും. നീ ആന്റിയെ വിളിച്ച് കാര്യം പറ. വേഗം പോയി ഫോൺ എടുത്തിട്ട് വാ. ചെല്ല്. നീ ഇവിടെ തന്നെ നിക്കണേ, ഞാൻ ഇപ്പൊ വരാം. ഇങ്ങോട്ട് തട്ടിക്കൊണ്ടുപോയെന്നോ? പിടിച്ചോണ്ട് പോയത് ആരാണെന്ന് നിനക്കറിയാമോ? ആ കുട്ടിയോട് ആർക്കെങ്കിലും ശത്രുതയും ദേഷ്യമുണ്ടോ? ശത്രുതയുണ്ട്. കോളേജിൽ പഠിച്ച സാഗർ എന്ന പയ്യൻ അവളോട് ദേഷ്യവും വൈരാഗ്യം ഒക്കെ ഉണ്ടായിരുന്നു. കോളേജ് സമയത്ത് പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യവും പിണക്കം ഒക്കെ ഉണ്ടാവും എന്ന് കരുതി അതിനു വേണ്ടി കുറെ വർഷം കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യോ? അങ്ങനെ അല്ല അമ്മ, പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. സാഗർ ദേവി കൊല്ലുന്നു പറഞ്ഞാ ഇപ്പോഴും നടക്കുന്ന അവര് ഭ്രാന്ത. പോരാത്തന്നെ സാഗർ മന്ത്രിയുടെ മകനും കൂടിയാ. അവനാണോ ഇതിന്റെ പിന്നിലെന്ന് എനിക്ക് പേടിയുണ്ട്. അഞ്ജു, അറിയാത്ത കാര്യത്തെക്കുറിച്ച് നീ അങ്ങനെ ഒന്നും പറയാൻ നിക്കണ്ട. അവരൊക്കെ വലിയ പിടിപാടുള്ള ആളുകളായിരിക്കും. അല്ല ചെറിയമ്മ, അങ്ങനെ വിചാരിച്ചാ ആ കുട്ടിയുടെ ജീവൻ തന്നെ അപകടത്തിലാവും. നീ മിണ്ടരുത്. നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടാൻ വരണ്ട. നിങ്ങൾ ഇങ്ങനെ പരസ്പരം പഴിയാറി നിൽക്കേണ്ട സമയമല്ല ഇത്. എത്രയും പെട്ടെന്ന് ആ കുട്ടിയുടെ വീട്ടിൽ വിവരം അറിയിക്കണം. അതെ, എന്നിട്ട് പോലീസ് വിവരം അറിയിക്കാൻ നോക്ക്. അപ്പൊ നമുക്കിപ്പോ പോലീസ് പറയാലേ? അല്ല, നമ്മളായിട്ട് എടുത്തിക്കാടി പറയണോ? കൊണ്ടുപോയിരിക്കുന്നതേ ഒരു പെൺകുട്ടിയാണ്. പോലീസും കേസൊക്കെ ആയാലേ ആ പെൺകുട്ടിയുടെ ഭാവി എന്താകും? അങ്ങനെയല്ലമ്മേ, ഇത്തരം രീതിയിൽ ആൾക്കാർ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മളെ നാട്ടിൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് എല്ലാം കൂടുന്നത്. തനിക്ക് അതൊക്കെ പറയാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായില്ലേ തൂങ്ങേണ്ടി വരുന്നത് ഞങ്ങളാ. കഷ്ടം. അതെ, ആ കൊച്ചിന്റെ വീട്ടുകാർ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ, അത് മതി. കുട്ടാ, നീ കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്. നിയമകാര്യങ്ങളെ കുറിച്ച് എനിക്ക് അധികമൊന്നും അറിയത്തില്ല, അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറയുന്നേ. അമ്മ വിഷമിക്കണ്ടമ്മ, ഇക്കാര്യത്തിൽ എന്താണോ വേണ്ടത് ആ രീതിയിൽ ഞാൻ ചെയ്തോളാം. ഞാൻ ദേവികയുടെ വീട്ടിലേക്ക് വിളിക്കട്ടെ? വിളിക്കേ, എന്നിട്ട് സാവകാശം കാര്യങ്ങൾ പറ. അതെ, അതായിരിക്കും നല്ലത്. ആ ശരി. ആ മോളെ അഞ്ജു, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു. ദേവു ഇതുവരെ എത്തിയില്ലല്ലോ. അത് ആന്റി, ദേവു എന്താ അവള് പോന്നില്ലേ? ദേ അഞ്ജു, അവളുടെ അച്ഛൻ വലിയ ദേഷ്യത്തിലാ. ആന്റി, അങ്ങനെ കയ്യിലൊന്ന് ഫോൺ കൊടുക്കാവോ? ആ ശരി. ഏട്ടാ, അഞ്ജനയാ. ദേവു ഒന്നും വരുന്നില്ലെന്ന് തോന്നുന്നു. അത് പറയാനായിരിക്കും ചേട്ടന്റെ കൈ ഫോൺ തരാൻ പറഞ്ഞു. ഹലോ മോളെ. അങ്കിൾ. എന്താ മോളെ, നീ എന്തിനാ കരയുന്നേ? ദേവിക എവിടെ? അത് അങ്കിൾ, ദേവിക. അങ്കിൾ, എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. ആ ശരി ശരി മോളെ. എന്താ എന്താ എന്ത് പറ്റി? എന്താ പറയാം. ശരി മോളെ.
സമയത്ത് എനിക്ക് ഇവിടുന്ന് ഇറങ്ങാൻ സാധിക്കില്ല. തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് ഒരു പെൺകുട്ടിയാ. എത്രയും പെട്ടെന്ന് അവളെ കണ്ടെത്തണം. നമ്മുടെ ടീമിനെ അലേർട്ട് ആക്കണം. യെസ് ജെഡി. നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ തന്നെ പോയി സാധിക്കുന്ന എല്ലാ വഴികളിലൂടെയും ദേവികയെ കണ്ടെത്താൻ ശ്രമിക്കണം. ശരി മോളെ, എന്നാ ഞങ്ങൾ ഇറങ്ങുക. എന്ത് വിവരം കിട്ടിയാലും ഉടനെ തന്നെ അറിയിച്ചോളാം. ഓൾ ദി ബെസ്റ്റ്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തോണ്ട് ഇതിനൊരു പരിഹാരം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? നീ എന്താ ഉദ്ദേശിക്കുന്നേ? അതെ അഞ്ജു, നീ പറഞ്ഞ പോലെ ആ മന്ത്രിയുടെ മകനാണ് ഇതിന്റെ പിന്നിലെങ്കിൽ നമ്മളതിന്റെ പിന്നാലെ പോകാതിരിക്കുന്നേ നല്ലത്. നമ്മുടെ വീട്ടിൽ വന്നല്ലേ ദേവിക, അപ്പൊ നമുക്ക് ഉത്തരവാദിത്തമില്ലേ? ആന്റിക്ക് എങ്ങനെയാ ഇങ്ങനെയൊക്കെ പറയാൻ ഉത്തരവാദിത്തം ഇല്ലാന്നല്ലല്ലോ നാത്തും പറഞ്ഞത്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം പോലീസിൽ അറിയിക്കാന്നുള്ളതാ. അത് ചെയ്തു കഴിഞ്ഞു. ബാക്കി അവര് നോക്കട്ടെ. ഇല്ല അമ്മ, അങ്ങനെ ഓർത്തിരിക്കാൻ എനിക്ക് പറ്റില്ല. അഞ്ജു, നിന്റെ മനസ്സിൽ എന്താന്ന് വെച്ചാ തുറന്നു പറ. പൂർണിമ ചേച്ചി വിചാരിച്ചാ നമ്മളെ സഹായിക്കാൻ പറ്റും. എങ്ങനെ? ദേവികയുടെ കാര്യത്തെ കുറിച്ച് ടിവിയിലൊരു ന്യൂസ് വന്ന അത് വലിയൊരു ചർച്ചയാവില്ലേ? അങ്ങനെയായ പോലീസുകാർ ഫോഴ്സ്ഫുള്ളി ഇതിനെ കുറിച്ച് സീരിയസ് ആയിട്ട് അന്വേഷിക്കില്ലേ? അതൊരു നല്ല ഐഡിയ ആണല്ലോ. ചാനലിലെ ചർച്ച സോഷ്യൽ മീഡിയയിലൂടെ നല്ല രീതിയിൽ പ്രചരിക്കും. പക്ഷെ ഇതുപോലെ പ്രബലരായ ആൾക്കാർ ഇടപെട്ട ന്യൂസ് സംപ്രേഷണം ചെയ്യാൻ ചേച്ചി തയ്യാറാവോ? അതാ എനിക്ക് സംശയം. ഹഷി പറഞ്ഞ ചേച്ചി കേക്കും. ശരിയാ, പൃഥ്വിന്റെയും നിന്റെയും കല്യാണം ഉടനെ നടക്കാൻ പോകുന്ന സ്ഥിതിക്ക് അഷി ഒരു കാര്യം ആവശ്യപ്പെട്ട പൂർണ്ണിമ അത് തള്ളിക്കളയില്ല. നീ ഒന്ന് സംസാരിച്ചു നോക്കഷി, നടന്ന നല്ലൊരു കാര്യല്ലേ. ഒന്ന് പറ ഹഷി. ഞാൻ പൂർണ്ണിമ ചേച്ചിയോടൊന്ന് സംസാരിച്ചു നോക്കാം. ഹലോ അഷിതേ. ആ പറഞ്ഞോ. ചേച്ചി, അത് എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. എന്താ അഷി? ഒരു പ്രശ്നം ഉണ്ടായി. അതെങ്ങനെയാ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അതാ ഞാൻ ചേച്ചിയോട് പറയുന്നത്. എന്താണെങ്കിലും പറഞ്ഞോ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാലോ. ഇത് എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണോ അഷി? അതൊക്കെ ദേവികയുടെ അച്ഛനും അമ്മയെ അറിയിച്ചതാ. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഒന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. മനസ്സിലായി. എന്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തുതരാം. ശരി, താങ്ക് യു ചേച്ചി. ശരി അഷി, ഓക്കെ. ഹലോ, പോലീസ് സ്റ്റേഷൻ. അതെ.